അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നല്ല രസമുള്ളൊരു കാഴ്ച കണ്ട്. ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ കയറുമ്പോൾ ഒരു നല്ല ഉഗ്രൻ ഫോർച്യൂണർ ഉണ്ട് വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നു. ഞാൻ നിന്ന വണ്ടി ശരിക്കും നന്നായി ഹോണടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ള ഷർട്ടും വെള്ള തുണിയെടുത്ത് ഒരാളിങ്ങനെ എൻ്റെ ഭാര്യ വീടിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ സാക്ഷാൽ അനസ് മൗലവി. നമ്മളൊരു കണ്ടില്ലവർക്ക് ഭയങ്കര ഒരു ജാള്യത. നിങ്ങളതാണ് വണ്ടിയെന്ന് വെച്ച് അങ്ങനെ എന്താ ഇവിടെ നിർത്തിയിട്ടെന്ന് വെച്ചാണ്. അപ്പം അമീറിനെ കാണാൻ വന്ന അമീറിൻ്റെ വീട് നമ്മളെ ഭാര്യ വീടിൻ്റെ അടുത്ത വീടാണ്. അപ്പം അമീറും മൂപ്പരും തമ്മിലുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. PN അബ്ദുൽ ലത്തീഫ് മദനി പാലക്കാട് സൈഡിൽ പോയാൽ ഐക്യ ചർച്ചയാണ്. അമീറിൻ്റെ വീട്ടിൽ അനസ് ഉത്തരഞ്ഞ് ചർച്ച നടത്തിയാലോ അത് സൗഹൃദ ചർച്ചയാണ്. അതാണ് നാളെ വരാൻ പോണ വിശദീകരണം. ഏതായാലും അത് കണ്ടപ്പോൾ ഒന്ന് ഇടാന്ന് വിചാരിച്ച് അതാണ് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനനായ താജുദ്ദീൻ സ്വലാഹി കാൽപ്പനിക കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കാൻ വളരെ മിടുക്കനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരിക്കലും കേട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. വളഞ്ഞ് മൂക്ക് പിടിച്ചിങ്ങനെ ചുറ്റി വളഞ്ഞ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ 2 കിലോമീറ്റർ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്ന് പറഞ്ഞൊരു ശൈലിയും ഒരു രീതിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ ഒരു സംഗതി. അമീർ ദുഃഖങ്ങൾ എന്റെ വീട്ടിൽ അനസ് മൗലവി ചർച്ച നടത്തി. അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നത് കേട്ടാൽ നട്ടപ്പാതിലേക്ക് അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ വെള്ള വസ്ത്രം ഒക്കെ ധരിച്ച് ഒരു പ്രേതം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ്. അല്ല പ്രേത കഥകൾ അവതരിപ്പിക്കണ മാതിരിയാണ്. ഫോർച്യൂണർ വഴിമുടക്കി നിന്നു അങ്ങനെ അദ്ദേഹം ഓണടിച്ച് അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കളവുകളുണ്ട്. ഒന്ന്, താജുദ്ദീൻ സ്വലാഹിന്റെ ഓണടി കേട്ടിട്ടല്ല അനസ് മൗലവി ഫോർച്യൂണറും റോഡ് സൈഡിൽ നിന്ന് മാറ്റിയിടാൻ പോയത്. താജുദ്ദീൻ സ്വലാഹി അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ കേറുന്നത്, ഗേറ്റ് തുറന്ന് കേറുന്നത് എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാനും അനസ് മൗലവിയും കാണുന്നുണ്ട്. അതിനുശേഷം അവിടെ വേറൊരു വണ്ടി ഏതൊരു ഫാമിലി വണ്ടി ഏതൊരു കാറ് വന്നു. ആ കാറ് ഹോൺ അടിച്ചപ്പോഴാണ് അനസ് മൗലവി അദ്ദേഹത്തിന്റെ കാർ നീക്കിടാൻ വേണ്ടി പോയത്. പോയ സമയത്ത് താജുദ്ദീൻ സ്വലാഹിനെ കണ്ട് അനസ് മൗലവി ജാള്യതപ്പെട്ടു. അത് 2ാമത്തെ കടവ്. കാരണം താജുദ്ദീൻ സ്വലാഹിയെ കാണാതെ തന്നെ അനസ് മൗലവിക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങി വരാമായിരുന്നു. അതിനു പകരം അദ്ദേഹം താജുദ്ദീൻ സ്വലാഹിയെ കാണാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ വണ്ടി അവിടെ പോയി റിവേഴ്സ് എടുത്ത് ഓടിച്ചിട്ടാണ് വന്നത്. അപ്പൊ അത് 2ാമത്തെ കളവ്. പിന്നെ എന്റെ വീട്ടില് അനസ് മൗലവി ഞാനും ചർച്ച നടത്തി. സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ല സാർക്കുച്ച കൂടിയൊക്കെ പറയുന്നത് പോലെ. ഇപ്പോൾ ഈ സമയത്ത് ഈ അർദ്ധരാത്രി സമയത്ത് അമീറിന്റെ വീട്ടിൽ അനസ് മൗലവിയും അദ്ദേഹം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാലോകരെ അറിയിക്കിയിട്ട് ഇന്നലെ രാത്രി താജുദ്ദീൻ സ്വലാഹി ഉറങ്ങിയിട്ടില്ല. അതാണ് നട്ടപ്പാതിലേക്ക് 12 മണിക്ക് വോയിസ് അപ്പൊ തന്നെ രാവിലെ എങ്ങാനും അതിനു വേണ്ടി മരിച്ചുപോയാൽ ഈ സത്യം പുറലോകം അറിഞ്ഞ് ഞെട്ടണ്ടേ. അപ്പോ അങ്ങനെ അദ്ദേഹം വോയിസ് റെക്കോർഡ് വിട്ടു. ചുരുക്കി പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം തുലനം ചെയ്യുന്നത് പാലക്കാട് വെച്ച് ഉണ്ണിയും കൂട്ടി PN ചർച്ച നടത്തിയെന്നോ. അപ്പൊ ഞാൻ തൽക്കാലം അതിനെ കുറിച്ചൊന്നും പറയണില്ല. ആരൊക്കെ എവിടൊക്കെ രഹസ്യ സംഭാഷണം ചർച്ച നടത്തി, അതിൽ ആരൊക്കെ പങ്കെടുത്തു, ചർച്ച നടത്തിയ ആൾക്കാർ ആരൊക്കെ നിഷേധിച്ചു, ആരൊക്കെ അത് അംഗീകരിച്ചു, എല്ലാത്തിന്റെയും തെളിവ് അമീറിന്റെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ പുറത്തുവിടാം. പിന്നെ അനസ് മൗലവി എന്റെ വീട്ടിലേക്ക് വന്ന സാഹചര്യം, അദ്ദേഹം ഇന്നലെ ഉച്ചക്കെന്നെ വിളിച്ച് നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട്. പക്ഷെ ഞാനത് അദ്ദേഹത്തിന്റെ വരവ് എനിക്കറിയാം ഇത്ര പ്രചരണം ഉണ്ടാവും എന്നുള്ളത് തന്നെ വരവ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു അനസ് മൗലവി എന്റെ വീട്ടിൽ ജോലിക്കാർ പെയിന്റിങ് പണിക്കാരുണ്ട്, അപ്പൊ അവിടെ എല്ലാ തിരക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ വിവരമൊന്നുമില്ലായിരുന്നു. രാത്രി 10 മണിക്ക് എന്റെ ശേഷം അനസ് മൗലവി വീണ്ടും വിളിക്കുന്നു. ഇപ്പൊ വീട്ടിലുണ്ടല്ലോ ഞാനവിടെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് ഞാനും അനസ് മൗലവി മാതൃശ്വരമായി ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്, സത്യമാണ്. പക്ഷെ എങ്കിലും KNM-ലുള്ള ആളുകൾ, ദേവാസമിതിയിലുള്ള ആളുകളായിക്കോട്ടെ, സാക്ഷാൽ സുന്നിയിലുള്ള ആളുകളായിക്കോട്ടെ, ആരായിട്ടും വ്യക്തിപരമായി പല ആളുകളായിട്ടും ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ. എന്റെ വീട്ടിലേക്ക് ഒരാൾ ഞാൻ വരട്ടെ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, കിടക്കല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ മാത്രം ദുഷ്ടമൊന്നുമല്ല ഞാൻ. അങ്ങനെ സംഘടനാ ഭ്രാന്ത് തലയിൽ കയറി താജുദ്ദീൻ സ്വലാഹിനെ പോലെ ആരെ കണ്ടാലും മുഖം വീർപ്പിച്ച് നടക്കുന്ന ഒരു ശൈലിക്കാരനല്ല ഞാൻ. താജുദ്ദീൻ സ്വലാഹിനെ കുറിച്ച് പൊതുവെ ആളുകളടിയുള്ള കാഴ്ചപ്പാട് സംസാരം എന്താണ് ഈ പ്രശ്നം വരുന്നതിന് മുമ്പും എന്താണെന്നുള്ളത് താജുദ്ദീൻ സ്വലാഹി ഒന്ന് പുറത്ത് ഇറങ്ങിയെന്ന് അന്വേഷിച്ചാൽ മതി, എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നുള്ളത്. അപ്പോ അങ്ങനെ എന്റെ വീട്ടിലേക്ക് രാത്രി അദ്ദേഹം വന്നു. ഇവിടെ ഈ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചങ്ങ് സിറ്റ് ഔട്ടിൽ നിന്ന്
ഞങ്ങള് പഴയ രീതിയിൽ തന്നെ ഒരുപാട് തമാശകളും കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് എന്റെ നിലപാട് ഞാൻ അദ്ദേഹത്തോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനസ് മൗലവി നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ KNM കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ KNM പലരും മടങ്ങി പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആരൊക്കെ വന്നാലും KNM എന്നുള്ളത് കേരള കോൺഗ്രസ് ആണ്. ആ കേരള കോൺഗ്രസിലേക്ക് അമീറിനെ ഇനി കിട്ടൂല എന്ന് വരെ ഞാൻ അനസ് മൗലവിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ വീട്ടിൽ സാർക്ക് ഉച്ചകൂടി, അത് അല്ലെങ്കിൽ എന്താണ് പറയാ, അങ്ങനെ ഒരു ഉച്ചകോടിയൊക്കെ നടക്കുന്നത് അത് രഹസ്യമായി താജുദ്ദീൻ സലാഹിയുടെ ചാരക്കണ്ണുകൾ ചോർത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്ന താജുദ്ദീൻ സലാഹി, നിങ്ങളുടെ നിലവാരം നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വെറും തറ സലാഹി ആയത് താജുദ്ദീൻ സലാഹി ആയി മാറണം. ഈ കുട്ടികളെ ഇങ്ങനെ അതുപോലെ നിങ്ങളെ കാൽപ്പനിക കഥകൾ നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഇനിയിപ്പോ എന്ത് പ്രചരിപ്പിച്ചാലും അമീറിന് ഒന്നും വരാനില്ല, ഒന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ രാത്രി 12 മണിക്കൊക്കെ വോയിസ് റെക്കോർഡ് വലിയൊരു സംഭവം ലോകത്തെ ഞെട്ടിക്കണ രീതിയിലുള്ള സംഗതികളൊക്കെ പറയുമ്പോ അതിന്റെ ഇപ്പുറത്ത് അമീറും ആള് നിശബ്ദനല്ല എന്നും ആള് സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരാൾ തന്നെയാണെന്നല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതെങ്കിലും നിങ്ങളെപ്പോലെ പണ്ഡിതനോ വാഗ്മിയോ അല്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം നിങ്ങൾ എന്നെ കുറിച്ചൊരു കുപ്രചരണം നടത്തുമ്പോൾ അതിന് മറുപടി തരാൻ ത്രാണിയുള്ള ഒരാളാണ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.